ഈ സാധനം എന്തായെന്നറിയണ്ടേ? കമോൺ. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പുള്ള ഒരു സാധനത്തിനെ ഒപ്പിച്ചു. പക്ഷേ അതും ഇതും തമ്മിൽ യാതൊരു സിമിലാരിറ്റിയും ഫൈനലി എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അതെന്താണെന്ന് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. അതിൽ ബ്രൗൺ കളർ ആയിരുന്നുകൊണ്ട് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കളേഴ്സ് മിക്സ് ചെയ്യുമ്പോഴും ഇത് ക്ലേയുടെ ഒറിജിനൽ കളറാണല്ലോ എന്നുള്ള ബോധം എനിക്കുണ്ടായില്ല. ലാസ്റ്റ് പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതല്ലേ ക്ലേയുടെ ഒറിജിനൽ കളറ്, ഇതിപ്പോൾ എങ്ങനെയാണ് പെയിൻ്റ് എന്ന് പറയുക? അല്ലെങ്കിലും ഈ പണി അറിയാത്തവരെയൊക്കെ പിടിച്ച് ഇത് ചെയ്യിപ്പിക്കാനിരുത്തിയാൽ എന്തെങ്കിലും കൊനഷ്ട സംഭവിക്കും. ആരും എന്നെ പിടിച്ചിരുത്തിയതൊന്നും അല്ല കേട്ടോ, ഞാൻ സ്വന്തമായിട്ടിരുന്നതാണേ. ഇരിക്കുമ്പോൾ തന്നെ ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് വല്ലതും അറിയോ? പിന്നെ എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഈ പണിക്കൊക്കെ മുതിരുന്നേ. സ്കൂളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഒരു പഠിപ്പി ഇമേജ് ആയിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് പാട്ടൊക്കെ പാടും. എന്നിരുന്നാലും ക്രാഫ്റ്റ് ഒന്നും ഞാൻ ജന്മത്ത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ, എനിക്ക് അറിയത്തില്ല, എനിക്ക് വരയ്ക്കാനേ അറിയത്തില്ലായിരുന്നു. ആകെ എനിക്കറിയാമെന്നുള്ളത് ഒരു പൂവ്, ഒരു മല, സൂര്യൻ, വീട്, പുഴ. പക്ഷേ ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടപ്പെടുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ചെയ്ത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ക്ലേ ആർട്സും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ക്ലേയുടെ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ പെയിൻറ്റ് കൊടുത്തു. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉത്സാഹം തോന്നി, ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ വേണമെന്ന്. അപ്പോൾ ഞാൻ ഗ്രീൻ ഷെയ്ഡും കൂടെ കൊടുത്തു. ഗ്രീൻ ഷെയ്ഡ് കൊടുത്തപ്പം എവിടേക്കോ ഒരു തവളയുടെ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാനൊരു റെഡ് കളർ ബോർഡറും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇത് തവള പോയിട്ട് താ പോലും അല്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് ഫ്ലവേഴ്സ് വെക്കാനൊരു വെയ്സ് അല്ലേ. അപ്പോൾ പെർഫെക്ഷൻ വൈസ് ഇത് ഭയങ്കര സൂപ്പറൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഞാനെടുത്ത എഫേർട്ടിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് എനിക്കിതിൻ്റെ ഔട്ട്കം ഓക്കെ ഇഷ്ടമായൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുമില്ല. ഇതിൻ്റെ ക്ഷീണം ഞാൻ എന്തായാലും അടുത്ത ക്രാഫ്റ്റിൽ തീർക്കും. സോ ബൈ.